പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്ത് അംഗത്തിൻ്റെ വീട് അടിച്ചു തകർത്തു. രമണൻ്റെ വീടാണ് ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തത്. ആക്രമണത്തിന് പിന്നിൽ കഞ്ചാവ് മാഫിയ എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന പരാതി. ശ്രീജിത്ത് ശിവകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ടെലിഫോണിൽ. ശ്രീജിത്ത് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. രമണൻ ആ പ്രദേശത്തെ പഞ്ചായത്ത് അംഗമാണ്. ആ മേഖലയിൽ ചില സംഘങ്ങളുമായി, സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുമായി ചെറിയ തർക്കം നിലനിന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടന്നിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും വീടിന്റെ ജനൽ ചില്ലകളും വീട്ടുപകരണങ്ങളും അടക്കം ഇട്ട് നശിപ്പിച്ചിട്ടുണ്ട്. പോലീസ് എന്തായാലും കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ പറഞ്ഞ മൊഴികളിൽ ഉള്ള ആളുകളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. എന്തായാലും വീടിന്റെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായി അടിച്ച് തകർത്തിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഈ പഞ്ചായത്ത് അംഗത്തിന് വീടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ഒരു സുഹൃത്ത് പറയുന്നു, നിർമ്മൽ പറയുന്നു, ഒന്നും അറിയാതെ പറയല്ലേ SK. ആ വണ്ടി, അതായത് റോഡ് ക്രോസ് ചെയ്തു പോയ വണ്ടി വളരെ വേഗം കുറഞ്ഞ് 20 കിലോമീറ്റർ താഴെയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഇന്ന് 20 കിലോമീറ്റർ സ്പീഡിൽ പോലും നമ്മൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പോകാൻ പാടില്ല. കാരണം എതിരെ വാഹനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ശിവകുമാർ, മെയിൻ റോഡ് മുറിച്ച് കിടക്കുന്ന ഏതൊരു വാഹനവും അല്പം ശ്രദ്ധിച്ചേ മതിയാവും.